ഇനി ഒരു സന്തോഷകരമായ വാർത്തയിലേക്കാണ്. പാലക്കാട് കുടുംബം പോറ്റാൻ ബൾബ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന 13-കാരന് കൈത്താങ്ങായി നെഹ്റു ഗ്രൂപ്പ്. ഓട്ടിസം ബാധിതനായ സഹോദരനെയും രോഗികളായ മാതാപിതാക്കളെയും നോക്കാൻ ബൾബ് നിർമ്മാണം നടത്തിയ 8ാം ക്ലാസ്സുകാരൻ രഞ്ജിത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം 24 നൽകിയിരുന്നു. ഈ വാർത്തയിലാണിപ്പോൾ ഇടപെടലുണ്ടാകുന്നത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഷംന, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. കളിച്ചു വളരേണ്ട ഒരു പ്രായത്തിൽ അവൻ കുടുംബത്തിന്റെ ആകെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. ഏത് തരത്തിലാണ് നെഹ്റു ഗ്രൂപ്പ് ഇപ്പോൾ ഈ രഞ്ജിത്തിനും കുടുംബത്തിനും സഹായമൊരുക്കാമെന്ന് ഏറ്റിരിക്കുന്നത്? ഗൂഗിൾ 24-ന് ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. 24 കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിന്റെ വാർത്ത നൽകിയത്. അതായത് രോഗിയായ മാതാപിതാക്കളെയും ഒപ്പം ഓട്ടിസം ബാധിച്ച സഹോദരനെയും പോറ്റാൻ വേണ്ടി ബൾബ് നിർമ്മാണം നടത്തി അത് ബൾബ് നിർമ്മിച്ച് വിൽക്കുന്ന ഒരു 8ാം ക്ലാസ്സുകാരന്റെ വാർത്ത, രഞ്ജിത്തിന്റെ വാർത്ത നമ്മളാണ് കഴിഞ്ഞ ദിവസം 24 ആണ് ആദ്യം നൽകുന്നത്. ഇത് കണ്ട് ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പ് രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് രഞ്ജിത്തിന് കൊടുക്കാൻ നെഹ്റു ഗ്രൂപ്പിന്റെ തീരുമാനം? രഞ്ജിത്തിന് കൊടുക്കാനല്ല, നാടിന് വേണ്ടി കൊടുക്കാനാണ്. കാരണം ഈ പഞ്ചായത്ത് ഞാൻ ജീവിക്കുന്ന പഞ്ചായത്താണ്. ഇത്ര അടുത്ത് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ആളുകളുണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു കടമയാണ്. കാരണം തൊട്ടടുത്ത് ഞങ്ങളുടെ ആശുപത്രിയും ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായും ഇത്തരം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സഹായിക്കാൻ എന്നും ഞങ്ങൾ മുന്നിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കടമയുടെ ഭാഗമായിട്ട്, ഞങ്ങളുടെ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വീട് പണി മുഴുവിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞവർ തീർച്ചയായും അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൂടാണ്ട് ആ വിദ്യാർത്ഥിയുടെ ഉപരിപഠനം ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാവുന്നതുകൊണ്ട് മറ്റ് ചിലവുകളൊന്നുമില്ല. പിന്നീടുള്ള പഠനങ്ങൾ അതും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഞങ്ങൾ തീർച്ചയായും അവർക്ക് അവൻ്റെ അഭിരുചിക്കനുസരിച്ച് ചെയ്തു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ രോഗിയായ ഒരു 2 ആളുകളുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രിയിൽ നമ്മളത് ഫ്രീ ആയി തന്നെ അവരെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചികിത്സ ഞങ്ങൾ നൽകും. ഇതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിലപ്പുറം വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ഞങ്ങളുടെ ചെറിയൊരു ഭാഗം ഞങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ഗൂഗിൾ, അതാണ് വലിയൊരു കാര്യം തന്നെയാണ്. ഈ കടബാധ്യത ഒപ്പം ഇവന്റെ പഠിത്തം, രഞ്ജിത്തിന്റെ പഠിത്തം, മറ്റ് വീട് പണി ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് നെഹ്റു ഗ്രൂപ്പ്. എന്താ പറയാനുള്ളേ? സന്തോഷായോ? സന്തോഷാണ്, നല്ലതാണ്. ഇപ്പൊ കൊറേ ആയില്ലേ ബൾബ് എന്ന് പറഞ്ഞാൽ? അപ്പൊ സ്കൂളിൽ പോവാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നില്ലേ? അപ്പൊ അതിനൊക്കെ ഒരു വഴിയായി. വഴിയായി. നന്ദി പറയുന്നുണ്ടോ? നന്ദി. അതാണ് ഗൂഗിൾ. സന്തോഷം കൊണ്ട് രഞ്ജിത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയും ഇടപെടലാണ്. പിന്നെ നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർ സുർജിത്താണ് ഈ വാർത്ത പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. സുർജിത്ത്, നമ്മുടെ വാർത്തയിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു, എന്ത് തോന്നി ഈ നിമിഷത്തിൽ? തീർച്ചയായും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. 24-ന്റെ ഒരു ഇടപെടലിലൂടെ ഒരു കുടുംബത്തിനൊരു അത്താണിയാവുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനൊരു പുരോഗതി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. അതെ ഗൂഗിൾ, എന്തായാലും 24-ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്തോഷത്തിന്റെ നിമിഷമാണ്. ഒപ്പം നെഹ്റു ഗ്രൂപ്പിന് നന്ദി പറയുകയാണ് ഈ കുടുംബം. 24-ഉം സുർജിത്തിലൂടെ നമ്മൾ ഈ വാർത്ത 24-ലൂടെ പ്രേക്ഷകരിൽ എത്തിക്കുന്നു. ഒപ്പം അതിലൊരു ഇടപെടൽ ഉണ്ടാവുന്നു, ഈ കുടുംബത്തിലേക്ക് വെളിച്ചം വരുന്നു എന്നത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഗൂഗിൾ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.